കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് ചുവടുമാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വോട്ടെടുപ്പിന് മുന്നേ തന്നെ സൂറത്തിൽ ബി.ജെ.പി താമര വിരിയിക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തുടനീളമുള്ള കോൺഗ്രസുകാർ കൂട്ടത്തോടെ ബി.ജെ.പിയുടെ സഖ്യകക്ഷികളിലേക്കുമൊക്കെ ചുവട് മാറ്റുന്നതാണ് കാണുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ പി.എ വി.കെ. മനോജ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ബി.ജെ.പി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വച്ച് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥിൽ നിന്ന് വി.കെ. മനോജ് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചു. സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പിയിലേക്കുള്ള കൂടുമാറ്റം. വി.കെ. മനോജ് കുമാർ 2009 മുതൽ 2014 വരെ കെ സുധാകരന്റെ പി.എ ആയി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എം.പി എന്ന നിലയിൽ കെ സുധാകരൻ പൂർണ്ണ പരാജയമാണെന്ന് മനോജ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഇന്നത്തെ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രമില്ല എന്നും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഐഡിയോളജി പങ്കുവച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ മുഴുവൻ കുടുംബവാഴ്ചയാണെന്നും വി.കെ. മനോജ് പറഞ്ഞു. വിവരമുള്ള ഒരാളും ഇനി അധികകാലം കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാവും കണ്ണൂർ ഡി.സി.സി സെക്രട്ടറിയുമായിരുന്ന രഘുനാഥ് കഴിഞ്ഞ ഡിസംബറിലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച രഘുനാഥ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അവഗണന നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി വിട്ടത്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്ന രഘുനാഥ് 5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പിയിലേക്ക് പോയത്. അരനൂറ്റാണ്ടായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന താൻ മനം മടുത്താണ് പാർട്ടി വിടുന്നത്. നേതൃത്വം ഒറ്റപ്പെടുത്തുകയാണ് ഗതികെട്ടാണ് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായത്. കെ.പി.സി.സി അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ധർമ്മടത്ത് UDF സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ പോലും പങ്കെടുപ്പിച്ചില്ല എന്നാണ് പാർട്ടി വിടുമ്പോൾ രഘുനാഥ് പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിൽ മധ്യപ്രദേശിൽ 100-ൽ പരം നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. നേരത്തെ മധ്യപ്രദേശിലെ ശിവ്പുരി ജില്ലയിലെ മുൻ MLA ഹരിവല്ലഭ് ശുക്ലയുടെ നേതൃത്വത്തിലാണ് ഇവർ ബി.ജെ.പിയിൽ ചേർന്നത്. മുഖ്യമന്ത്രി മോഹൻ പാൽ യാദവിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ ബി.ജെ.പിയിൽ ചേർന്നത്. മധ്യപ്രദേശിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യവട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ. ഇരുകൈയും നീട്ടി എല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതായി മോഹൻ പാൽ യാദവ് പറഞ്ഞു. 29 ലോക്സഭാ സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത്. ഇതിൽ 6 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 19 വെള്ളിയാഴ്ച നടന്നു. അടുത്തിടെ പത്മജ വേണുഗോപാലും ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിലാണ് പത്മജയെ ബി.ജെ.പി സ്വീകരിച്ചത്. പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ്, തിരുവനന്തപുരം DCC മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് എന്നിവരും ബി.ജെ.പിയിൽ ചേർന്നിരുന്നു.